നോക്കൂ, ഇതൊരു താങ്കൾ സൂചിപ്പിച്ച വാക്ക് തന്നെ ഞാൻ കടം കൊള്ളുന്നു. അതൊരു ട്രാപ്പാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതൊരു ട്രസ്റ്റാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടിയും ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് അല്ലേ? പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നൊരു പരിപാടിയിൽ സ്വാഭാവികമായും ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ആരൊക്കെ പങ്കെടുക്കും എന്ന് മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. അപ്പം സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു താല്പര്യം കൂടി അതിൽ വരും. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ ക്ഷണിക്കുന്നു. വലിയ പ്രതിപക്ഷ മര്യാദയാണല്ലോ യഥാർത്ഥത്തിൽ BJP നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വെച്ച് പുറത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് ചോദ്യം ചോദിച്ചാലും അവരെയൊക്കെ പുറത്താക്കുന്നൊരു സാഹചര്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ മര്യാദയുടെ ഭാഗമായി സോണിയാഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ മറ്റു നേതാക്കളെയും ക്ഷണിക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അത്തരം ഒരു പ്രതിപക്ഷ മര്യാദ BJP പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കാണിക്കുന്നില്ല. അവരത് പുറത്ത് കാണിക്കുമെന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അവരെ വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു പ്രതിസന്ധിയിൽ പെടും. ആ പ്രതിസന്ധി ആണിപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. അതാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള ആശയക്കുഴപ്പം. ഇതിവിടെ ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നേരത്തെ ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് ചാടിക്കയറി അക്കാര്യത്തിലൊരു അഭിപ്രായം പറയരുതെന്നും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിലേക്ക് പോകരുതെന്നും നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉടനെയൊന്നും നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഒരു നല്ല വിഭാഗം ആളുകളെ കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ പോലും അത്തരം സമരങ്ങൾ ഘടകമായേക്കും എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. രണ്ടാമത് ഈ ഉദയനിധി സ്റ്റാലിൻ ഉണ്ടാക്കിയ സനാതനധർമ്മ വിവാദം, ആ വിവാദവും കോൺഗ്രസ് ഏറ്റെടുക്കരുതെന്നൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അതുമൊക്കെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല. ജനാധിപത്യം ഒരു വിശാലമായ ഭൂമികയാണ്. അവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചരിത്ര സന്ദർഭങ്ങളിൽ വളരെ ശക്തമായ നിലപാട്, അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളും ടാക്ടിക്സും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കേണ്ടി വരും. അത്തരമൊരു ചരിത്ര സന്ദർഭമാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ രാമക്ഷേത്രം പണിയുന്നത് വളരെ സ്വാഭാവികമായൊരു പ്രദേശത്ത് പിന്നെ അവിടുത്തെ ഭക്തരെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു സ്ഥലമല്ല ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി തകർക്കപ്പെട്ടിരുന്നു. ആ പള്ളി തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ മതേതരത്വമാണ് തകർക്കപ്പെട്ടത്. അതിൻ്റെ മുകളിലാണ് ഈ രാമക്ഷേത്രം പണിയുന്നത്. സ്വാഭാവികമായും ഇന്ത്യയുടെ മതേതരത്വത്തിലും ഇൻക്ലൂസീവായ ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വക്താക്കളോ പ്രവർത്തകരോ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൂടാ. ഇപ്പോൾ രാജസ്ഥാനിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിൽ തന്നെയോ ഏതെങ്കിലും ഒരു വലിയ മൈതാനം കണ്ടെത്തി അവിടെ ഈ പറയുന്ന രാമഭക്തരെല്ലാം ഒരു രാമക്ഷേത്രം പണിയുന്നു എന്ന് വിചാരിക്കുക. ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആർക്കും പങ്കെടുക്കാം, ഒരു തടസ്സവുമില്ല. ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി തകർത്ത് അതിൻ്റെ മുകളിൽ പണിയുന്നൊരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രം സാധ്യമായൊരു കാര്യമാണ്. കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെ ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് മാത്രവുമല്ല, ഇത്രയും സമയം പോലും ഒരു തീരുമാനമെടുക്കാൻ എടുക്കരുതായിരുന്നു കോൺഗ്രസ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഉചിതമായൊരു നിലപാടെടുത്ത ഉത്തമമായ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുകയും അവർ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. Meet the editors.